കമൽ സാർ എപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോ സിദ്ധാർത്ഥിന്റെ ചിത്ത എന്നുള്ളൊരു സിനിമ ഇറങ്ങി. മഹാനദി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ത കഥ പറഞ്ഞ് തുടങ്ങിയത്. സാറ് വിക്രത്തിന്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷിനോട് ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ്. എപ്പോഴും കമൽ സാർ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് 20 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് എപ്പോഴും ഈ ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ കമൽഹാസനിൽ എന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ല. നോബഡി ക്യാൻ സീ ബിയോണ്ട് ദെയർ ടൈംസ്, അതാണ് സത്യം. ബട്ട് ഈ കച്ചവടത്തില് അത് കുറച്ച് താമസിക്കും. ആ താമസമാണ്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾറെഡി റെഡി ഫോർ യു ടു സീ. You can understand it. You understand a film by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema. You are ready, I am ready. ഈ താമസം കച്ചവടം ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ you are not ready എന്നായിരിക്കാം. But we are all clever people, but we must be given opportunity. Nobody sees the future so clearly, at least not me. Don't blame me for that and push me towards future. I'll be much older if you push me to future. Use me now as I am. If you say സാറെല്ലാം ഫ്യൂച്ചറാണ്, അത് പിന്നെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് മിണ്ടാതിരുന്ന കുഴപ്പമാവും. ഇപ്പോൾ ഇഷ്ടപ്പെട്ട കൈയടിച്ചേക്കണങ്ങ്. That is my thank you. So you are the only person who pursue Gandhi in the true form. സാർ പറഞ്ഞിട്ടാണ് ഗാന്ധിജി 2 കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സാറിന്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലെ ഖാദർ ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷെ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദേ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അല്ല, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം ഐ സ്റ്റാർട്ടഡ് ഓഫ് ബീയിങ് എ ക്രിട്ടിക് ഓഫ് മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദെൻ ഐ ബിക്കേം എ ഫാൻ. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, ആവില്ല. ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ദാറ്റ്. ബട്ട് ലെറ്റ് മി ടെൽ യു, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് അഹിംസ. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് എ ഡിഫറെന്റ് ഫേസ്, സെയിം കോയിൻ വിത്ത് എ ഡിഫറെന്റ് സൈഡ് ടു ഇറ്റ്. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക്, ബട്ട് ഐ വിൽ ഗോ ബൈ ദ ലോ എന്ന് പറയുന്നതാണ്. രണ്ടും ശരിയാണ്. ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ വാട്ട് ഡു ഐ ചൂസ് എന്നുള്ളതാണ്. യു വിൽ സീ ദ ഫിലിം. ഹി ഹാസ് റിട്ടൺ നൈസ് ഡയലോഗ്സ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് ബിഫോർ ഹി സേസ് ഇറ്റ് ഓൺ സ്ക്രീൻ. ഇതിന്റെ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ അതിലുണ്ട്, ഡയലോഗ്സിലുണ്ട്. All the same thing. Why are you then wearing Senapati's uniform if you so believe in Gandhi? So he is also a man who doesn't take Gandhiji lightly. He takes him to be a very serious answer to today's questions. So you will see that in the film. I think you will get the answer. I hope.